വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കി കേന്ദ്ര സർക്കാരിന് നന്ദി അർപ്പിച്ച മുനമ്പത്ത് ഇന്ന് ബഹുജന കൂട്ടായ്മ നന്ദി മോദി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രിയെ വരവേൽക്കാൻ ആവശ്യത്തിലാണ് മുനമ്പം ജനത. വിവരങ്ങളുമായി കിരൺ ചേരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെയാണ് എന്തുകൊണ്ടും യോഗ്യൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്, ഉദ്ഘാടകനാകുന്നതിനുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മുനമ്പം ജനതയുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ആ ബിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പോലും എത്ര തവണ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ആ ഫംഗ്ഷനിൽ, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ. എന്നാൽ ഏതായാലും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങൾ ഇന്ന് വരവേൽക്കുക? വീണ, ഈ വഖഫ് നിയമ ഭേദഗതി പാസ്സായതോടുകൂടി തന്നെ എന്ന് കിരൺ റിജിജു അടക്കമുള്ള നേതാക്കൾ ഈ മുനമ്പത്തേക്ക് എത്തും എന്നുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു മുനമ്പത്തെ ജനങ്ങൾ ഉന്നയിച്ചു വെച്ചിരുന്നത്. അതായത് അവർക്ക് നേരിട്ട് കണ്ട് നന്ദി അറിയിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ കൃതജ്ഞത അത് വ്യക്തമാക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടി മുനമ്പത്തേക്ക് എത്തുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് മുനമ്പത്തേതടക്കം ഈ വഖഫിന്റെ അധിനിവേശം നേരിട്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയായിരുന്നു ഈ വഖഫ് നിയമ ഭേദഗതി. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത കാണണമെങ്കിൽ അത് നിയമത്തിൽ ഭേദഗതി കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ജനങ്ങൾ തിരിച്ചറിയുകയും അവർ ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതുമാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ അതടക്കമുള്ള ആവശ്യങ്ങൾ അത് നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഏതായാലും ഇപ്പോഴും മന്ത്രി ഇന്ന് നേരിട്ട് എത്തുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു സാഹചര്യത്തിൽ തന്നെയാണ് ജനങ്ങൾ. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ മുനമ്പത്തെത്തുകയും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതാണ്. ആ സമയത്ത് BJP നേതാക്കളെല്ലാം തന്നെ വന്ന് പോയതിനു ശേഷം പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കും, അത് ഏത് വിധേനയും പാസ്സാക്കിയെടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ആ കാര്യം, ആ നൽകിയ ഉറപ്പ് അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ജനങ്ങൾ വലിയ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ന് കിരൺ റിജിജുവിനെ വരവേൽക്കാൻ നിൽക്കുന്നത്. അദ്ദേഹം ഇന്ന് എത്തുന്ന സമയത്ത് വലിയ സ്വീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ മുനമ്പത്ത് എത്തിയ സമയത്ത്, ഈ നിയമ ഭേദഗതി പാസ്സായതിനു ശേഷം പിന്നീട് അദ്ദേഹം മുനമ്പത്തെത്തിയപ്പോൾ 50ഓളം പേരാണ് മുനമ്പം സമരസമിതിയുടെ ഭാഗമായിട്ട് നിന്ന ആളുകൾ BJPയിൽ ചേരുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഈ പരിപാടിയിൽ കിരൺ റിജിജു ഉണ്ട്, ഒപ്പം രാജീവ് ചന്ദ്രശേഖർ, തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള NDAയുടെ നേതാക്കളും വരുന്നു. ഈ പരിപാടി വിജയം എന്നുള്ളൊരു വലിയൊരു തയ്യാറെടുപ്പാണ് മുനമ്പത്തെ ജനങ്ങൾ നടത്തിയിരിക്കുന്നത്. അവർ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് തങ്ങളുടെ നന്ദി അറിയിക്കുക എന്ന ഒരു കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നന്ദി മോദി എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമരത്തിൻ്റെ എല്ലാം വേദിയായിട്ടുള്ള മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സമരപ്പന്തലിൽ രാഷ്ട്രീയ പരിപാടികളുടെ വേദിയായിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നാളും. ഇത് സമര വേദിയായിരുന്നു. ദേവാലയത്തിൻ്റെ ഈ മുറ്റം ഇത്രയും ദിവസം 185 ദിവസം പിന്നിടുന്ന ഈ സമരത്തിൻ്റെ വേദിയായിരുന്നു. ആ സ്ഥലത്ത് ഇന്നിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി വരുന്ന ഒരു വലിയ പരിപാടി, ബഹുജന കൂട്ടായ്മ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾ. വീണ. ഓക്കെ, ശരി കിരൺ.